ഹായ്, ഞങ്ങളുടെ ഇവിടെയൊക്കെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിരുന്ന് വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളാട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരെയാണ് നമ്മൾ വിരുന്നിന് വിളിച്ചത്, അപ്പു ഷിബിനും. ഇവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇവർ ഞങ്ങളുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. വന്ന ഉടനെ തന്നെ ഫുഡ് കൊടുത്തോട്ടോ, കാരണം അവർ ഓഫീസ് കഴിഞ്ഞ് ഡയറക്റ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വെറുതെ ഇരുത്തിയില്ല, നമ്മൾ Q&A സെക്ഷനിലോട്ട് പോയി കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് അവർ ഉത്തരം പറഞ്ഞു. അതിൽ ജയിച്ചത് ഷിബിനായിരുന്നു. ഞങ്ങൾ കൂടുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ ഫോണിൽ കുത്തിരിക്കുന്നത് വളരെ കുറവാണ്. നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് എൻജോയ് ചെയ്യും, ഇങ്ങനെ കുറേ ഗെയിംസ് കളിക്കും. ഇത് 90s കിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് അറിയില്ല. പണ്ടൊക്കെ പൊരുത്തം നോക്കുന്ന പണിക്കന്മാരാണെങ്കിൽ ഇന്ന് ഞങ്ങൾ പൊരുത്തം നോക്കുന്നത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ്, Q&A വെച്ചിട്ടാണ്. അങ്ങനെ അത് വെച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു ഗെയിമിലേക്ക് പോയി. ഇമ്പോസ്റ്റർ എന്ന് പറയുന്ന ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 6 പേര് കളിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പേരെഴുതാൻ വേണ്ടി ഇരിക്കണം. അതിൽ 5 ഷീറ്റിൽ, ഒരു ഷീറ്റിൽ ഇമ്പോസ്റ്റർ എന്നും ബാക്കി 4 ഷീറ്റിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്. ഫോർ എക്സാമ്പിൾ ഡോഗ്. അപ്പം നമ്മളിപ്പം ഇതിൽ കളിച്ചതിൽ കാണിക്കുന്നത് ഡോഗിനെ പറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക് ഇങ്ങനെ പറയണം. ഡോഗ് എന്ന് പറയല്ല വേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ എല്ല്, ബിരിയാണി, നോൺ വെജ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇമ്പോസ്റ്ററേയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം ഇമ്പോസ്റ്ററോട് എന്തായിരുന്നു ടോപ്പിക്ക് എന്ന് ചോദിക്കും വേണം. ഈ ഗെയിം ഞങ്ങൾ കളിച്ചു കേട്ടോ. നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു.